ഹലോ, വെൽക്കം ബാക്ക്. ഹനീഫ് അലിപറമ്പാണ്. ബലിപെരുന്നാളായിട്ട് പുറത്തെവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ അലൈനിലേക്കുള്ള ഒരു യാത്ര സെലക്ട് ചെയ്തു. അലൈനിലേക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സിയാറത്ത് ചെയ്യലായിരുന്നു പ്രധാന ഉദ്ദേശം. നമ്മുടെ മൗലിദ് കിതാബുകളിൽ കാണുന്ന ബാനത്ത് സുആദ എന്ന് പറയുന്ന വലിയ കാവ്യം രചിച്ച മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സന്ദർശിച്ച് ദുആ ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മസറ, വലിയ ഈത്തപ്പനത്തോട്ടമാണ്. വിശാലമായ ഈത്തപ്പനത്തോട്ടങ്ങൾ അലൈനിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു തോട്ടത്തിനരികിൽ വെച്ച് ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്ന നല്ല മട്ടൻ ബിരിയാണി അവിടെ വെച്ച് കഴിച്ച് ഒന്നായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യമല്ല, വളരെ മുമ്പ് ഇപ്പോഴൊന്നുമല്ല, നന്നായിട്ട് വളരെ ദിവസം നന്നായി തോന്നുന്നുണ്ട്. അല്ലെ എവിടെയാണ് സ്ഥലം എനിക്കറിയട്ടാ. ഒരു 10 വർഷം 15 വർഷം മുമ്പാണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നുമല്ല. അതിന് മുമ്പേ ഉണ്ടാവും. നമ്മളെ നാട്ടിലെ തോട്ടത്തിൽ കിടന്ന 10 വർഷം മുമ്പേനാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അലൈൻ മസറയിലാണ്. തുറന്നാലേ വെള്ളം വരുള്ളൂ. ഇതുവരെ ഈ അലൈൻ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് എമിറേറ്റ്സുകളെ അപേക്ഷിച്ച് നല്ല പച്ചപ്പുള്ളൊരു പ്രദേശമാണ് അലൈൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വലിയ മസറകൾ, ഈത്തപ്പഴത്തോട്ടങ്ങൾ, ഇതുപോലെ നമ്മുടെ നാട്ടിലേതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലാശയങ്ങൾ, ഇത്തരം തോട്ടങ്ങൾ നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ അലൈനിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി അവിടെ തൊട്ടടുത്ത് കണ്ടൊരു പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ഞങ്ങൾ ആ മസറയിലൂടെ ഒരല്പസമയം സന്ദർശിച്ചു. നല്ല രസമാണ്. നമ്മുടെ നാട്ടിലേതുപോലെ, നമ്മുടെ നാട്ടിൽ തെങ്ങിൻ തോപ്പുകളാണെങ്കിൽ ഇവിടെ ഈത്തപ്പഴത്തോട്ടങ്ങളാണ്. അത് കാണാനൊരു ഭംഗി തന്നെയാണ്. അതുപോലെ അതിൽ കൂടുതൽ ഭംഗിയുള്ളത് ഈ ഒരു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തോട്, നേരത്തെ കണ്ട ജലാശയങ്ങൾ ഓരോ ഭാഗത്തേക്കും തിരിച്ചു വിടാനുള്ളതാണ്. അത് ഇതിപ്പോൾ ചെറിയൊരു തോട്ടമാണ്. ഇതിലേറെ 4000 ഹെക്ടർ ഈത്തപ്പഴ മരങ്ങളുള്ള 50,000 ഈത്തപ്പഴമൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട് അലൈനിൽ. അത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇൻഷാ അല്ലാഹ് അടിയിൽ കൊടുക്കാം. അപ്പോൾ ഇത്തരം തോട്ടങ്ങളൊക്കെ അലൈനിൻ്റെ ഭംഗിയെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഇത്തരം തോട്ടങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ വാഴക്കൃഷിയൊക്കെ ഉണ്ട്, പക്ഷേ കൊലകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാഴ കുലച്ചിക്കണു, പക്ഷെ ഒന്നുമില്ല. അലൈനിന്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം, ഈ തോട്ടങ്ങളുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ജബലഫീത്തിന് താഴെയുള്ള ഗ്രീൻ മുബാഷറയിലേക്കാണ്. അതിന് തൊട്ട് താഴെ നമ്മൾ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന കുബ്ബകൾ നമുക്കറിയാം. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദ് പോലെ വിശാലമായ ഒരു ബ്യൂട്ടിഫുൾ മസ്ജിദ്, വലിയ മസ്ജിദ്, ബിഗ്ഗസ്റ്റ് മസ്ജിദ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള മസ്ജിദ് അലൈനിലുമുണ്ട്. അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഞങ്ങൾ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാതെ നേരെ അലൈൻ ഗ്രീൻ മുബാഷറയിലേക്കാണ് ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അലൈൻ ഗ്രീൻ മുബാഷറ എന്ന് പറയുന്നത് അലൈൻ എമിറേറ്റ്സിൽ നമ്മളെ ജബലഫീത്ത്, അതായത് അലൈനെ മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മലയാണ്. നമ്മളെ റാസൽ ഖൈമിലുള്ള ഏറ്റവും വലിയ പർവ്വതനിരകൾ പോലെ ജബലഫീത്ത് എന്ന് പറയുന്ന അലൈനിന്റെ മൊത്തം ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വലിയ പർവ്വതനിരയാണ്. അത് കണ്ടവർക്കറിയാം. പക്ഷെ പലപ്പോഴും ജബലഫീത്ത് കണ്ടു പോകുന്ന ആളുകൾ ഈ ഗ്രീൻ മുബാഷറ എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ ഈ കാഴ്ചകൾ കാണാൻ മറന്നു പോകാറുണ്ട്. പലർക്കും അത് അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞങ്ങൾ നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ചെന്നത്. അതുകൊണ്ട് തന്നെ ആളുകളും കാഴ്ചക്കാരൊക്കെ വളരെ കുറവായിരുന്നു. എങ്കിലും ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് കുട്ടികൾക്ക് കളിക്കാനും മറ്റുമൊക്കെ ഒരുപാട് നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ് അലൈനിലെ ഈ ഗ്രീൻ മുബാഷറ എന്ന് പറയുന്ന സ്ഥലം. കാഴ്ചക്കാർക്ക് ഒരുപാട് സമയം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളും ഒരുപാട് സ്ഥലങ്ങളും ഇവിടെയുണ്ട്. നല്ല ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ അന്തരീക്ഷം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മടിക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ പൂർണ്ണമായി വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി. നീ ബാഗ് ഫോട്ടോ എടുക്കണ എടുത്താ മതിയോ? ക്യാമറ ഓൺ ആയിരുന്നില്ല.
സാൾട്ട് കേവ് ഫുൾ മല. ഹലോ. Source cave, it's a therapy. Oh, treatment. therapy center, Same yeah. spa. Alright. അവിടേക്ക് തന്നെ എത്തുക. അല്ല ഇറങ്ങാണ്ട് അങ്ങനെ പോകണം. അതായത് ഈ പ്രകൃതിയെ ഇങ്ങോട്ട് മാക്സിമം ഇവർ ആവാഹിച്ചെടുക്കുക. അതൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകി വന്നിട്ട് പാതി ശരിക്കും മഴക്കാലത്തെ പേരും പാതി വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് ഇത് കണ്ടോ അല്ല മഴ ഒഴുകി പൊട്ടി ഒഴുകി വന്നാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ വേണോ ഇതിനകത്താ ഇതിനകത്തും കൂടി കൊണ്ടു. സ്പൾബർ വളരെ സൂക്ഷിച്ചാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ മുബാഷർ കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു സ്ഥലമായ ജബലഫീത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്താണ്. ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബർ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് റോഷിന്റെ കഥ. ഒന്നും വരൂലല്ലേ. ഗ്രീൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രീൻ വ്യൂ എന്നാണ്. ജബലഫീത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. രാത്രി വരണം, നല്ല ലൈറ്റ് ഉണ്ടാവും. ഈ ലൈറ്റ് കത്തി തുടങ്ങുമ്പോൾ വരണം, അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ റിയാലിറ്റി. ഏതായാലും വന്നില്ലേ, തിരിച്ചുകൂടെ കുറച്ച് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോയാലോ? അവരോട് ചോദിച്ചു നോക്കണം. എവിടെന്നുണ്ടാവോ നമുക്ക് പണയം എങ്ങനെ ചെയ്യാം? എല്ലാവരും അഭിപ്രായം പറയും. ഇല്ല രണ്ട് റോഡ് മാത്രം. ഒരു ആക്സിഡന്റ് ആയി പിന്നെ അത് ഇത്രയും നാരോ റോഡ്. നമ്മൾ മല കയറി എളുപ്പല്ലേ? അറിയുന്നില്ല. സ്പൾബർ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത്.
ഷാഫിക, ഈ പാറകളൊക്കെ ഇതിപ്പോ ഇവിടെ പ്രകൃതിയിൽ ഉണ്ടായതല്ലേ? അങ്ങനെ വെട്ടിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. നാരോ റോഡായിരുന്നു, സിംഗിൾ റോഡായിരുന്നു, 1.5 റോഡായിരുന്നു. 3 വർഷം നമ്മൾ ഈ യാത്രയെ നയിക്കുന്നത് ഇതിന്റെ പ്രധാന ഗൈഡ് ഭൂമിയുടെ ആണികൾ എന്ന് പറയുന്ന പർവ്വത നിരകളിലേക്ക് ഇത് ആണിയല്ല, ഇത് മുള്ളാണിയാണ്. ചെറിയ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഭൂമിയുടെ മുള്ളാണികൾ എന്ന് പറയുന്നത് രാവിലെ ഒരു 11 മണിയോടെ സ്പൾബർ. ഇതാണ് സ്പൾബർ. ഒരാളെ മാത്രം കിട്ടുന്നുണ്ടായില്ല. പ്രവാസി തുടങ്ങി റൂമിലെ അന്തേവാസികൾ തങ്ങൾക്ക് കുറെ സമയമായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നന്മ മാത്രം നേടും. നമുക്ക് മേലെ അവിടെ കുറച്ചേരം ഇരിക്കാം. പാറകളുണ്ട്, ഒരുതരം അടക്ക് പാറകളാണ്. അതൊക്കെ രാത്രിയിലെ കാണും. അതിങ്ങനെ അത്രയും ഭാഗം വെള്ളം തട്ടി 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 ആ പാറ ഇഷ്ടമാണ് മാത്രം പോയി. ഇതേട്ടാ കട്ടകളായിട്ട് ഈ ത്രില്ല് പിന്നെ ആ പോണ പോക്കിൽ പോയിക്കോട്ടെ. പോ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമ്മുടെ നാട്ടിലുണ്ടാക്കണമെങ്കിൽ പക്ഷേ ഇതിനേക്കാൾ രസമുണ്ട് കോർഫ് കാനിപ്പോ പുതിയത് ഓപ്പൺ ആക്കിയത്. ഭയങ്കര അടുത്ത് നമുക്ക് അങ്ങോട്ട് വിടാം. വണ്ടി കിട്ടണം. അത്ര വർഷത്തെ വണ്ടിയില്ല. ഉള്ള വണ്ടീനെ വിൽക്കുന്ന കഞ്ചൂസ് വണ്ടിയാവും. ഒന്നൊരു പെട്രോൾ വാങ്ങിയ നിസാൻ പെട്രോൾ വാങ്ങാം. പെട്രോളൊക്കെ മോഡൽ പറഞ്ഞത് നല്ല ഇതിൽ കിട്ടും. കുറേ